വിവാഹം കഴിക്കാതെയുള്ള ജീവിതമല്ലേ, ചോദിക്കാനും പറയാനും ആരില്ല. മാതാപിതാക്കൾ ചോദിക്കും അത്ര തന്നെ, അല്ലെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ നടക്കാമല്ലോ, ഒരു ടെൻഷനുമില്ല, ഒരു ബേജാറുമില്ല. അള്ളാഹുവേ, ഏറ്റവും വലിയ സുഖമുള്ള ജീവിതം വിവാഹം കഴിക്കാതെയുള്ള ജീവിതമാണെന്ന് പുതിയ തലമുറ ചിന്തിക്കുമ്പോ, എടാ ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ സ്വർഗത്തിലൂടെ നടന്നു പോകാം. നിനക്കറിയാലോ സ്വർഗം എന്താ, സ്വർഗത്തിന്റെ അനുഗ്രഹം എന്താ. ആ സ്വർഗത്തിലേക്ക് പോകാനാ ഞാനും നിങ്ങളും കൊതിക്കുന്നേ. ഈ സ്വർഗത്തിലൂടെ ആദം നബി നടന്നു പോകുന്നു. എല്ലാം കിട്ടിയിട്ടും എന്തോ കുറവുള്ളതുപോലെ. എന്തേ ആദമേ നിനക്കൊരു സന്തോഷമില്ലാത്തത്? പടച്ചവനെ, ഒറ്റയ്ക്ക് നടന്നിട്ടും മടുത്തു പടച്ചവന്. അള്ളാഹുവേ, ഈ ഒറ്റയ്ക്കുള്ള ജീവിതം അത് മടുത്തു പടച്ചവനെ. എനിക്കൊരു കൂട്ടു വേണം നമ്പുരാനെ. സ്വർഗത്തിൽ വെച്ചാ മനുഷ്യ പറഞ്ഞു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹയെ കൊടുത്തപ്പോഴാ ആദം നബിക്ക് സമാധാനമായതെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഈ കുടുംബ ജീവിതത്തിന്റെ വിലയും മഹത്വവും അതാ. ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ഒരു സുഖമില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വിവാഹം കഴിച്ചാൽ സമാധാനമുള്ള ഒരു ജീവിതം കിട്ടും. എന്നാ ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാര് പറ, നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടോ? പെണ്ണ് കെട്ടിയ അന്നത്തോടുകൂടി പോയെന്നാ പലരും പറയുന്നേ. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ച് 1 മാസമേ ആയുള്ളട, വീട്ടിൽ പോകുന്നില്ലേ, 10 മണിയായട, ഭാര്യ ഉറങ്ങട്ടെ, കുറച്ചു കഴിഞ്ഞു പോകാം. ഇത് ആണുങ്ങളുടെ അവസ്ഥ. പണ്ട് ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ് വരുന്നു എന്ന് ഭാര്യയോട് വിളിച്ചു പറഞ്ഞാൽ അല്ലാഹുവേ എന്തൊരു സന്തോഷം എന്നറിയോ. ഒരുങ്ങി